സ്ലേറ്റ് എന്തിനാ കൈ പിടിച്ചാണ് ബാഗിൽ വെച്ചൂടെ? എന്റെ പൊന്നു ചേട്ടാ, സെൽഫി പുള്ളേന്നുള്ള പാട്ട് കേട്ടിട്ട് ഇത് സ്ലേറ്റ് ഒന്നല്ല, ടാബാണത്. ഞങ്ങളൊക്കെ പഠിക്കുമ്പോ സ്ലേറ്റ് ആയിട്ടാ വെക്കണേ ഇതേപോലെ. ആ, നിങ്ങള് ഓൾഡ് ജനറേഷൻ, ഞങ്ങളൊക്കെ ന്യൂ ജനറേഷനാ. ഇപ്പൊ ഈ പിള്ളേർക്ക് ടാബ് കൂടിയേ തീരൂ. ഇത് പുതിയതാണോ? പുതിയതാണോ? അല്ല, എന്റെ അടുത്ത് ആദ്യം ഒന്നും ഉണ്ടായിരുന്നു. അപ്പൊ അത് കേട് വന്നപ്പോ ഞാൻ വിറ്റു. ഇപ്പൊ സെക്കൻഡ് മേടിച്ചത്. അത് കംപ്ലൈന്റ് ആയി പോയി. എന്താ കാരണം? എന്താ പറ്റിയേ? അത് എന്ത് സംഭവം അറിയില്ല. കംപ്ലൈന്റ് ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ വിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഇല്ലായിരുന്നു പറഞ്ഞേ. കംപ്ലൈന്റ് ഇല്ലായിരുന്നു പറഞ്ഞേ. എന്തിനാ വിറ്റത്? എന്തിനാ വിറ്റത്? സംഭവം ഞാൻ പറഞ്ഞുതരാം. ഞാനൊരു ഫോൺ വാങ്ങി, അതിന്റെ ഒപ്പം 3 പടങ്ങളും കയറ്റി. ഞാനിങ്ങനെ വീട്ടിൽ നിന്ന് ആ പടങ്ങൾ കാണുമ്പോ അത് ഹാങ് ആവും. അങ്ങനെ ഹാങ്ങായി ഞാൻ അവസാനം ആ ഫോൺ അങ്ങ് കിട്ടും. ഈ സെക്കൻഡ് ഫോൺ ടാബ് എടുത്തു. അത് 3 പടമൊക്കെ ഒരുമിച്ച് കയറ്റി കണ്ടിട്ടായിരിക്കൂടാ? അല്ല, ഞാൻ അങ്ങനെയാണ് കരുതിയത്. പക്ഷെ അതല്ല, ഈ 3 പടം ആരുടെയെന്ന് അറിയോ? നമ്മുടെ അമൽ നീരദ് സാറിന്റെ. ആദ്യം ഞാൻ ബിഗ് ബി ആണ് കണ്ടത്. അതിൽ മമ്മൂക്ക് അങ്ങനെ സ്ലോ മോഷനിൽ ഇങ്ങനെ ഹാങ് അല്ല, സ്ലോ മോഷൻ ആണ്. ക്യാമറ ടെക്നിക്കാണ്. പിന്നെ മനസ്സിലായത് അതാണ് സംഭവം. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒത്തുചേർന്ന ഒരു നിമിഷല്ലേ, നമുക്ക് ഫേസ്ബുക്ക് ലൈവിലൊന്ന് കയറിയാലോ? കേറല്ലേ? എല്ലാ ഫ്രണ്ട്സും ഉണ്ടാവും. ഇത് കേട്ടോ, ഒന്ന് ഇരുന്നോളൂ എല്ലാരും എന്റെ ഹൈറ്റിന്. ഓക്കെ അല്ലേ? എല്ലാരും കിട്ടില്ലേ? ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളിപ്പോ കോമഡി സൂപ്പർ നൈറ്റിന്റെ ഫ്ലോറിലാണ് നിൽക്കുന്നത്. എന്റെ കൂടെ അൻസിബ ചേച്ചി ഉണ്ട്, കട്ടപ്പനയിലെ ഋതിക് റോഷൻ വിഷ്ണു ചേട്ടൻ ഉണ്ട്, പ്രയാഗ ചേച്ചി ഉണ്ട്, പിന്നെ മഹേഷിന്റെ പ്രതികാരം സോണിയ നമ്മുടെ മുത്താണ്. പിന്നെ നമ്മുടെ കട്ടപ്പനയിലെ ഋതിക് റോഷന്റെ റൈറ്റർ ബിപി ചേട്ടനുണ്ട്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഹായ്. മെസ്സേജ് ഒക്കെ വന്നു തുടങ്ങിട്ടോ. ഹായ് ഷഹനീർ ബാബു, നമസ്കാരം. മനു, എന്താ വിശേഷമോ? സുഖമായിട്ട് പോകണടാ മനു. സുഖം, കുഴപ്പമൊന്നുമില്ല, വേറെ പ്രശ്നമില്ല. അയ്യോ, ഇത് പിടിച്ചു ആരെയൊക്കെ പിടിക്കും. എനിക്ക് കാണണ്ട. എന്റെ ഫോണാണ്, പക്ഷെ അവസാനത്തെ മെസ്സേജ് ആരാ? ലില്ലി ജേക്കബ്. സൂരജ ഇങ്ങനെ തെണ്ടിത്തിരിഞ്ഞ് നടക്കാതെ ക്ലാസ്സിൽ അച്ഛനെ വിളിച്ചോണ്ട് വരാണ്ട് ഇനി കേറ്റൂലെന്ന്. അല്ല, ഞാൻ ലൈവിൽ വന്ന ടീച്ചർ എങ്ങനെ അറിഞ്ഞു? നിന്റെ ടീച്ചറല്ലേ? ഫുൾ ടൈം ഓൺലൈൻ ഉണ്ടാവുമല്ലോ, സ്വാഭാവികം. പച്ച കളർ എത്തിയിട്ട് അപ്പൊ ഞാൻ ഫോണിൽ തന്നേക്ക് ഇപ്പൊ തരാം. അല്ല, ടീച്ചർ ഒന്ന് ഉപദേശിക്കുന്ന നമ്പർ ഉണ്ടോ ടീച്ചറിന്? നമ്പറോ? അല്ല, പ്രൊഫൈൽ പിക്ചർ. ഒരുപാട് വയസ്സുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമ്പർ വിളിച്ചില്ല. ഓക്കെ, അപ്പൊ ഞാനിത് കൊണ്ടു കൊടുക്കട്ടെ, എന്റെ അച്ഛനും കൊണ്ടു കൊടുക്കട്ടെ. അപ്പൊ നേരെ പോയിട്ട് അച്ഛനെ വിളിച്ച് സ്കൂളിലേക്ക് പോകൂലേ? അല്ലല്ല, അച്ഛനെ വിളിച്ച് സ്കൂളിലൊന്നും പോവില്ല. അച്ഛനെ വിളിക്കും. ഈ ലൈവിൽ ഞാനും അച്ഛനും കൂടി പങ്കെടുക്കും. അവരും പി ടി എ പ്രസിഡന്റോ ആരാച്ച ടീച്ചറോ ആരാച്ച പി ടി എ മീറ്റിംഗോ എന്താ ആവശ്യമില്ല. അവർ വലിയ വലിയ ആൾക്കാർ അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. അപ്പൊ ശരി, കാണാം. ഓക്കെ, ബൈ.